1962 ജൂൺ 11. പസഫിക് സമുദ്രത്തിന്റെ നടുവിലായി പാറക്കൂട്ടത്തിനു മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ കെട്ടിടം, അൽക്കാട്രസ്, ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ജയിൽ. ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്നത് മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും പ്രയാസമുള്ളതായിരുന്നു. കടലിന്റെ ആഴം, വെള്ളത്തിന്റെ തണുപ്പ്, അതിശക്തരായ കാവൽക്കാർ, അങ്ങനെ വളരെ ശക്തമായ സെക്യൂരിറ്റി. പക്ഷേ ആ രാത്രിയിൽ 3 തടവുകാർ, ഫ്രാങ്ക് മോറിസ്, ജോൺ ആൻഗ്ലിൻ, ക്ലറൻസ് ആംഗ്ലിൻ, ഇവർ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ജയിലിൽ നിന്നും അപ്രത്യക്ഷരായി. അവർ എങ്ങനെ എവിടേക്ക് രക്ഷപ്പെട്ടു? അവർ അതിജീവിച്ചോ അതോ മരണപ്പെട്ടോ? സാൻ ഫ്രാൻസിസ്കോ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് ഒരു സൈനിക കോട്ടയായിട്ടായിരുന്നു. 1934 അത് അമേരിക്കയിലെ ഏറ്റവും അപകടകരമായ കുറ്റവാളികളെ താമസിപ്പിക്കുന്ന ജയിലായി മാറി. ദ റോക്ക് എന്ന് വിളിപ്പേരുള്ള അൽക്കാട്രസ് അത് ഒരു കോട്ട പോലെയായിരുന്നു. അതൊരിക്കലും ആർക്കും രക്ഷപ്പെടാനാവാത്ത ഒരു ജയിലായി ചരിത്രത്തിൽ ഇടം പിടിച്ചു. ജയിലിൻ്റെ മതിലുകൾക്കുള്ളിൽ ഭയം മാത്രം. എന്നാൽ ഒരാൾ അതെല്ലാം മറികടന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ആലോചിച്ചു തുടങ്ങിയിരുന്നു. ഫ്രാങ്ക് മോറിസ്. വളരെ ചെറുപ്പത്തിൽ തന്നെ കുറ്റകൃത്യങ്ങൾക്ക് കുപ്രസിദ്ധി നേടിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. പക്ഷേ അദ്ദേഹം അസാമാന്യ ബുദ്ധിക്ക് ഉടമയായിരുന്നു. പല ജയിലുകളിൽ നിന്ന് രക്ഷപ്പെട്ടതുകൊണ്ട് തന്നെ അധികാരികൾ അദ്ദേഹത്തെ അൽക്കാട്രസിലേക്ക് മാറ്റി. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ജീവിച്ചിരിക്കില്ല എന്ന ജയിലധികാരികളുടെ മുന്നറിയിപ്പ് ഫ്രാങ്കിന് ഒരു വെല്ലുവിളിയായിരുന്നു. അയാൾ ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് ആലോചിക്കുവാൻ തുടങ്ങി. അതേ ജയിലിൽ തന്നെ വേറെ 3 പേർ, ജോൺ ആംഗ്ലിൻ, ക്ലറൻസ് ആംഗ്ലിൻ, ഒപ്പം അലൻ വെസ്റ്റ്. ഇവർ 4 പേരും ചേർന്ന് ഒരു സ്വപ്നം കാണാൻ തുടങ്ങി. ദ ഇമ്പോസിബിൾ എസ്കേപ്പ്. മതിലുകൾക്കപ്പുറമുള്ള സ്വാതന്ത്ര്യം അവർ സ്വപ്നം കാണാൻ ആരംഭിച്ചു. അവർ പല ദിവസങ്ങളായി ജയിൽ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. മതിലുകളുടെ കോണുകൾ, വെന്റിലേഷൻ ഗ്രില്ലുകൾ, കാവൽ സമയങ്ങൾ, അങ്ങനെ നാളുകൾ നീണ്ട നിരീക്ഷണത്തിനൊടുവിൽ അവർ ഒരു വഴി കണ്ടെത്തി. ജയിൽ റൂമിൻ്റെ മതിലിൻ്റെ പിന്നിലായി ഒരു പഴയ സർവീസ് പൈപ്പ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ ആ മതിൽ തുറക്കുവാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു തുടങ്ങി. കിച്ചണിൽ നിന്നും സംഘടിപ്പിച്ച ഒരു സ്പൂൺ ഉപയോഗിച്ച് അവർ മതിൽ തുറക്കുവാൻ ആരംഭിച്ചു. പക്ഷേ വെറും ഒരു സ്പൂൺ ഉപയോഗിച്ച് തുറക്കാനാവുന്ന ഒരു മതിലായിരുന്നില്ല അത്. അങ്ങനെ അവർ മറ്റു വഴികൾ ആലോചിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവർ ജയിലിലെ ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് കുറച്ച് മെറ്റൽ കഷ്ണങ്ങളും ഒരു മോട്ടോറും ലഭിച്ചു. അങ്ങനെ അവർ അതുപയോഗിച്ച് ഒരു ഡ്രിൽ നിർമ്മിക്കാൻ ആരംഭിച്ചു. ശേഷം അവർ വീണ്ടും മതിൽ തുറക്കുവാൻ തുടങ്ങി. എല്ലാ ദിവസവും വൈകിട്ട് കുറച്ചു നേരം ജയിലിലുള്ള കുറ്റവാളികൾക്ക് സംഗീതം ആലപിക്കുന്നതിനും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നതിനും ഒരു പ്രത്യേക സമയം അനുവദിച്ചു കൊടുക്കുന്ന ഒരു പതിവ് ജയിലിലുണ്ടായിരുന്നു. ആ സമയം ആ 4 പേരിൽ ഒരാൾ അവരുടെ കയ്യിലുള്ള ഹാർമോണിയം ഉറക്കെ വായിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഡ്രിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ഗാർഡുകൾ കേൾക്കാതിരിക്കുന്നതിന് അവരെ സഹായിച്ചു. അങ്ങനെ ഓരോ രാത്രിയും കുറച്ചു വീതം മതിൽ തുറന്ന് അവർ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു മനുഷ്യന് കയറാവുന്ന ദ്വാരമുണ്ടാക്കി. അന്നു രാത്രി അവർ തുരങ്കങ്ങളിലൂടെ ഇറങ്ങി പൈപ്പുകളിലൂടെ മുകളിലേക്ക് കയറുവാൻ ആരംഭിച്ചു. പെട്ടെന്ന് അതിനുള്ളിൽ ഒരു പൈപ്പ് താഴെ വീണു. അവർ ഭയന്നു വിറച്ചു. കാവൽക്കാർ ഈ ശബ്ദം കേട്ടെങ്കിലും വേറെ എന്തോ ആണെന്ന് തെറ്റിദ്ധരിച്ച് അവർ മടങ്ങിപ്പോയി. അങ്ങനെ അവസാനം അവർ മുകൾ ഭാഗത്തെത്തി. പക്ഷേ അവർ ഞെട്ടി. ജയിലിനു ചുറ്റും ടവറുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കൂടാതെ ജയിലിനു ചുറ്റും അതിഭീകരമായ കൂറ്റൻ തിരമാലകളും. അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നത് അത്ര എളുപ്പമല്ലെന്ന് അവർ അങ്ങനെ മനസ്സിലാക്കി. അവർ നിരാശയോടെ മടങ്ങിപ്പോയി. പിന്നീട് വീണ്ടും ജയിൽ ചാടുവാനുള്ള പോംവഴികൾ ആലോചിച്ചുകൊണ്ടേയിരുന്നു.
തുരങ്കത്തിൻ്റെ പിന്നിലായി ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു കൊറിഡോർ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി. അവിടെ അവർ ഒരു രഹസ്യ സ്ഥലമുണ്ടാക്കി. അവിടെയാണ് പിന്നീട് രക്ഷപ്പെടുന്നതിനുള്ള ഉപകരണങ്ങൾ അവർ തയ്യാറാക്കിയത്. കടലിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി പ്ലാസ്റ്റിക് റെയിൻകോട്ട്, പൈപ്പ്, തുണി, പേപ്പർ ഇതെല്ലാം ഉപയോഗിച്ച് ഒരു ലൈഫ് ജാക്കറ്റ് നിർമ്മിക്കാമെന്ന തീരുമാനത്തിൽ അവരെത്തി. എന്നാൽ അപ്പോഴും ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഓരോ രാത്രിയും ഗാർഡുകൾ സെൽ പരിശോധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കാൻ അവർ മറ്റൊരു പോംവഴി കണ്ടെത്തി. സോപ്പ്, പേപ്പർ, മനുഷ്യമുടി എന്നിവ ചേർത്ത് യഥാർത്ഥ മനുഷ്യൻ്റെ തല പോലുള്ള ഡമ്മി ഹെഡുകൾ അവരുണ്ടാക്കി. എന്നിട്ട് അതവർ കിടക്കയിൽ വെച്ചു. കട്ടിലിൽ നോക്കുന്നവർക്ക് അരണ്ട വെളിച്ചത്തിൽ അതൊരു യഥാർത്ഥ ഉറങ്ങുന്ന തടവുകാരനായി തോന്നുകയുള്ളൂ. 1962 ജൂൺ 11 അൽക്കാട്രസ് സെല്ലുകളിലെ ലൈറ്റുകൾ ഓഫായി. കാവൽക്കാരുടെ റോന്ത് ചുറ്റൽ ആരംഭിച്ചു. ഏകദേശം രാത്രി 10 മണിക്ക് ശേഷം അവർ 4 പേരും അവരുടെ പ്ലാൻ നടപ്പാക്കാൻ തുടങ്ങി. അവർ തുരങ്കത്തിലൂടെ കടന്ന് പൈപ്പുകളിലൂടെ മേൽക്കൂരയിലേക്ക് കയറുവാൻ ആരംഭിച്ചു. ആ സമയത്ത് ജയിൽ മുഴുവൻ ഉറങ്ങി. എന്നാൽ അവരിൽ ഒരാൾക്ക് തുരങ്കത്തിലേക്ക് കടക്കുവാനായി സാധിച്ചില്ല. 4-മനു വേണ്ടി കുറേ നേരം അവർ വെയിറ്റ് ചെയ്തെങ്കിലും പിന്നീട് അവർ തുടർന്നു. മേൽക്കൂരയിലെത്തിയ അവർ ആ കടലിലേക്ക് നോക്കി. ആ കടലിനപ്പുറം സ്വാതന്ത്ര്യം. മേൽക്കൂരയിലെത്തിയ അവർ ടവറിലെ ലൈറ്റിൽ പെടാതെ കെട്ടിടത്തിൻ്റെ പൈപ്പിലൂടെ താഴേക്കിറങ്ങി. അങ്ങനെ അവസാനം അവർ ജയിലിൻ്റെ പ്രധാന കവാടം കടന്ന് കടലിൻ്റെ തീരത്തെത്തി. അവരുടെ കയ്യിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് ലൈഫ് ജാക്കറ്റ് അവർ വീർപ്പിക്കുവാൻ ആരംഭിച്ചു. വളരെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അവരുടെ ലൈഫ് ജാക്കറ്റ് തയ്യാറായി. അങ്ങനെ അവർ ആ കടലിലേക്ക് ഇറങ്ങി. ഏകദേശം 11:30 അവർ കടലിൽ മറഞ്ഞു. തിരമാലകൾ ഉയരുന്നതും തണുത്തുറഞ്ഞ കടലിലെ വെള്ളവും അവർക്കൊരു തടസ്സമായിരുന്നില്ല. അവർ പിന്നോട്ട് നോക്കിയില്ല. അങ്ങനെ പയ്യെ പയ്യെ അവർ കടലിൻ്റെ ഇരുട്ടിൽ മറഞ്ഞു. പിറ്റേന്ന് പുലർച്ചെ 6 മണിയോടുകൂടി ജയിലിലെ അലാം മുഴങ്ങി. ജയിലിലെ എല്ലാ കുറ്റവാളികളും പുറത്തേക്കിറങ്ങി. പക്ഷേ 3 പേർ മാത്രം ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. ഗാർഡുകൾ അവരെ വിളിക്കാൻ ആരംഭിച്ചു. പെട്ടെന്ന് അവർ ഞെട്ടിത്തെരിച്ചു. കിടക്കയിൽ ഉറങ്ങുന്ന മനുഷ്യന് പകരം അവിടെ ഉണ്ടായിരുന്നത് ഒരു ഡമ്മി മാത്രമായിരുന്നു. ജയിലിലെ അലാം മുഴങ്ങി. ഹെലികോപ്റ്ററുകൾ, ബോട്ടുകൾ, സൈന്യം അങ്ങനെ എല്ലാ സന്നാഹങ്ങളും തിരച്ചിലിനിറങ്ങി. പക്ഷേ കടലിൽ അവരെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. യാതൊരുവിധ തെളിവും അവർക്ക് ലഭിച്ചില്ല. പിന്നീട് FBI അന്വേഷണം ആരംഭിച്ചു. കടലിലെ വെള്ളത്തിൻ്റെ തണുപ്പ് ഏകദേശം 12 ഡിഗ്രി ആയിരുന്നു. മനുഷ്യർക്ക് അത്തരം തണുപ്പിൽ 2 മണിക്കൂറിൽ കൂടുതൽ ജീവിക്കുക എന്നത് സാധ്യമായിരുന്നില്ല. അതിനാൽ തന്നെ അവർ മുങ്ങി മരിച്ചു എന്ന നിഗമനത്തിൽ FBI എത്തി. പക്ഷേ ഒരു സംശയം അപ്പോഴും നിലനിൽക്കുന്നു. മൃതദേഹങ്ങൾ എവിടെ? കടലിലെ മീൻപിടുത്തക്കാർ ഗോൾഡൻ ഗേറ്റിന് സമീപത്ത് തോണി പോലൊരു വസ്തു കണ്ടതായി പറഞ്ഞു. പക്ഷേ അതവരായിരുന്നില്ല. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. FBIക്ക് യാതൊരുവിധ തെളിവും അന്നേ വരെ ലഭിച്ചിരുന്നില്ല. 2013 സാൻ ഫ്രാൻസിസ്കോ പോലീസിന് ഒരു കത്ത് ലഭിക്കുന്നു. ഞാൻ ഫ്രാങ്ക് മോറിസ് ആണ്. ഞാൻ ജീവിച്ചിരിക്കുന്നു. ഇനി എനിക്കധികം സമയമില്ല. എൻ്റെ ജീവിതം മരണത്തോടടുക്കുകയാണ്. ഞാൻ സറണ്ടർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. FBI ആ കത്തിനെ പരിശോധിച്ചു. പക്ഷേ എങ്കിലും അവർ അതിനെ അത്ര കാര്യമായി എടുത്തില്ല. വർഷങ്ങൾ ഇത്ര കടന്നു പോയിട്ടും അവർ ഇപ്പോഴും എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിട്ടില്ല. ഇന്നും അൽക്കാട്രസ് ഒരു മ്യൂസിയമായി നിലകൊള്ളുന്നു. ദിവസവും ആയിരക്കണക്കിന് ആളുകൾ അത് സന്ദർശിക്കുന്നു. പക്ഷേ അവിടെ വന്നു പോകുന്നവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ചോദ്യമുണ്ട്: അവർ രക്ഷപ്പെട്ടു? മതിലുകൾക്കുള്ളിൽ ഇന്നും അതൊരു രഹസ്യമാണ്. ഫ്രാങ്ക് മോറിസിൻ്റെ ബുദ്ധിയും ആംഗ്ലിൻ സഹോദരന്മാരുടെ ധൈര്യവും ചേർന്ന് ജനിച്ച ആ രാത്രിയാണ് ചരിത്രത്തിൽ ഇന്നും രഹസ്യമായി തുടരുന്നത്. എന്തായാലും അവർ ഈ ലോകത്തിന് തെളിയിച്ചു കൊടുത്തു, ഇമ്പോസിബിൾ എന്നത് മനുഷ്യർ മനസ്സിൽ സൃഷ്ടിച്ച ഒരു മതിൽ മാത്രമാണെന്നത്.